സുരേഷ് ചേട്ടനാണ് കേട്ടോ. അപ്പൊ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിക്കണേ. തിരക്കാണ്, ഓണം വരെയാണ്. അപ്പൊ പാചക രംഗത്ത് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ഏട്ടനെ തന്നെ നമ്മുടെ കൂടെ ഇന്നുള്ളതില് ഒരുപാട് സന്തോഷമാണ് ഉള്ളത്. സാധാരണയായിട്ട് ഇപ്പൊ അമ്മ ചെയ്യണത് ഒക്കെ നമ്മള് പുളിയിഞ്ചിയുടെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനും ചെറിയ രീതിയിലൊക്കെ ഓണത്തോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ ചെയ്യുമ്പോഴും അതിൽ വ്യത്യസ്തത ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു കലർപ്പില്ലാത്തൊരു രുചി മറ്റുള്ളവരിലേക്ക് ഈ ഓണക്കാലത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ശ്രീസ് വെജ് മെനു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ സംരംഭത്തിന്റെ ഉദ്ദേശം തന്നെ. അപ്പൊ 10 കിലോ അളവില് പുളിയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ അതിന് എന്തൊക്കെയാണ്, എത്ര മുളക്, എത്ര ഇഞ്ചി, അതായിരിക്കും എല്ലാവർക്കും അറിയാൻ താല്പര്യം. അപ്പൊ നമുക്കതൊരു 2-2.5 കിലോ ഇഞ്ചി, അതിനടുത്ത് തന്നെ പച്ചമുളക്, പിന്നെ കടുക്, മുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, ശർക്കര, ഇത്ര സാധനങ്ങൾ വേണം. നമ്മൾ ഒരുപാട് പഴകിയ പുളി അന്വേഷിച്ച് നടന്നല്ലോ. ഏറ്റവും പഴകിയ പുളി എടുത്താൽ ഏറ്റവും നല്ലതാണ്. അതായത് 2-3-4 കൊല്ലെങ്കിലും പഴക്കമുള്ള പുളിയാണ് പുളിയിഞ്ചിക്ക് ഏറ്റവും ഉത്തമം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും. ഞങ്ങൾ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതും അങ്ങനെയാണ്. ശരിക്കും അതെന്തായിരിക്കും അങ്ങനെ പറയണേ, പുതിയ പുളിയും പഴയ പുളിയും? അതെന്ന് വെച്ചാൽ പുതിയ പുളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൂടുതലായിരിക്കും, അതില് കുറച്ച് വെള്ളത്തിന്റെ അംശം കൂടുതലായിരിക്കും. പഴയ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് പഴകി അതിന്റെ ഒരു ഗുണം അതിലേക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പൊ നമ്മുടെ പുളിയിഞ്ചി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കണത് തന്നെ അത്രയും ഒറിജിനൽ ആയിട്ട് നമ്മൾ പഴകിയ പുളി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും പഴക്കമുള്ള പുളി തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത് അല്ലെ? ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്ന് നമുക്ക് പറയാം. നമ്മൾ ആദ്യം ഈ പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോ അതിന് കടുക്, മുളക്, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചി, അരിഞ്ഞ ഇഞ്ചി, അരിഞ്ഞ പച്ചമുളക് ഇടുക. ഇത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വരട്ടി നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ, നല്ലോണം വറുത്തിരിക്കും, നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മളതിലേക്കും നമ്മൾ വേവിച്ച് വെച്ച പുളി, തലേദിവസം വേവിച്ച് വെച്ച പുളിയുണ്ട്, ആ പുളി വെള്ളം ഒഴിക്കും. തലേദിവസം വേവിച്ച് വെച്ച പുളിയാണ് സ്വാദ് ഏറ്റവും കൂടുതൽ. തലേദിവസം നമ്മൾ മൺകലത്തിൽ വേവിക്കാന്ന് നേരത്തെ പറയണ്ടായി. അപ്പൊ ആ മൺകലത്തിൽ വേവിച്ച പുളിയാണ് നമ്മൾ ഇപ്പൊ ഉപയോഗിച്ചത്. അത് തന്നെയാണ് ഇനി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ഉപ്പ് ആവശ്യത്തിനിടുക, മുളക് പൊടി, കുറച്ച് മുളക് പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ശർക്കര മെയിനാണ്. അതിപ്പോ നമുക്കൊരു 10 കിലോ പുളിക്കാണെങ്കിൽ 20 കിലോ ശർക്കര വരും. അപ്പൊ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് കുറയണനുസരിച്ച് ആണ്. 1 കിലോയ്ക്ക് നമുക്ക് ഉദ്ദേശം വരുന്നത് 2 കിലോ ആണ്. പിന്നെ പുളിയുടെ ഈ ഇതനുസരിച്ച് പഴകിയത് പുളിയുടെ ഇതനുസരിച്ച് നമ്മൾ മാറ്റം വരും. അത് കൃത്യകണക്ക് അതിന്റെ പേരിൽ അങ്ങനെ ഇല്ല. ഇതിന് ശേഷം നമ്മൾ ശർക്കര ഇട്ടു. ഇതിപ്പോ നമ്മുടെ സാധനം തിളച്ചോണ്ടിരിക്കുന്നു. ഏറ്റവും നല്ലത് വെച്ചാൽ വളരെ സ്ലോവില് തീയിട്ട് തിളച്ച് ഇടയ്ക്ക് വയ്ക്കരുത്. അപ്പൊ നമ്മളിപ്പോ കുറച്ചിട്ടേക്കണേ. ഒരു 5-6 മണിക്കൂർ വരും. ഒരു 3-4 മണിക്കൂർ എന്തായാലും വറ്റിച്ചെടുക്കാൻ. അപ്പൊ നമ്മൾ സ്ലോവില്, പിന്നെ തലേ ദിവസം നമ്മൾ പുളി വേവിച്ച് വെക്കണതിന്റെ പേരില് കുറച്ച് സമയം വറവില് ലാഭിക്കാം. അത് പുളിയിഞ്ചി ഇരിക്കും തോറും അല്ലേ ശരിക്ക് സ്വാദ്, ഉണ്ടാക്കിയ ഉടനെ കഴിക്കണേക്കാളും ഭേദം നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോ അതിന്റെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്. പുളിയിഞ്ചി നന്നായിട്ട് എല്ലാ രീതിയിൽ ഉണ്ടാക്കിയ വർഷങ്ങളോളം ഇരിക്കുന്ന പറയുന്നതിന്റെ കാര്യം. അത് പണ്ടൊക്കെ ഈ മൺകലത്തിൽ ഉണ്ടാക്കി അതിൽ തന്നെ കെട്ടി വെക്കുകയാണ് ചെയ്യുക. അതെ, അങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ നമുക്ക് മൺകലങ്ങളൊക്കെ അപൂർവങ്ങളായി മാറി. പിന്നെ അത് നമ്മൾ ഈ കാറ്ററിംഗ് പോലെ പുറത്തു കൊടുക്കുമ്പോഴൊന്നും എന്തായാലും സാധിക്കില്ല. അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിംഗ് രീതിയിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ 3-5 ദിവസം മുമ്പേ ഈ സാധനം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അവർക്ക് കുറേശ്ശെ കൊടുക്കും. അപ്പൊ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഇരുന്ന് കഴിക്കാൻ കുറച്ചും കൂടി നല്ലത്. അത് പുളി ഇതെല്ലാം കൂടി നമ്മൾ വേവിച്ചു എന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒന്ന് സെറ്റ് ആവാനുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഇത് ഇങ്ങനെ മണിക്കൂറുകളോളം നീളുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോ ചിലപ്പോ ഒരു 1/2 കിലോന്റെയോ അല്ലെങ്കിൽ 1/4 കിലോന്റെയോ പാക്കറ്റ് ആയിട്ടാണ് എത്തുക. സദ്യയിൽ വിളമ്പുമ്പോ വെറും ഒരു ചെറിയ സ്പൂണായിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ചില്ലറയല്ല. കാരണം ഒരുപാട് ആൾക്കാർ കൂടി ചേർന്ന്
ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഇത് വറ്റി 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 ആ ഒരു പാത്രഭാഗം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പാത്രഭാഗം ഉണ്ട്. അതിലിരുന്ന് സെറ്റായി നമ്മൾ കഴിക്കുന്ന ആ ഊണുമേശയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന ഇലയിലേക്ക് എത്തുന്ന പുളിയിഞ്ചിയുടെ പിന്നിൽ ഇത്രയും ഒരു എഫേർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു ഓണക്കാലത്ത് നമ്മൾ ആരംഭിച്ച ഈ ഒരു ചെറിയ സംരംഭം അല്ലേട്ടാ നമ്മള് വിളക്കുകൊളുത്തി തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഈശ്വരാനുഗ്രഹം ഒക്കെ വേണമല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഡാൻസിന്റെ കാര്യത്തിലാ സാധാരണ പറയുക, കൈ എത്തണടുത്ത് കണ്ണെത്തണം എന്ന് പറയുന്ന പോലെ ഇവിടെ ശരിക്കും കൈയും കണ്ണും മനസ്സൊക്കെ വേണം. കാരണം അടി പിടിക്കാതെ ഇളക്കി അതൊരു യോജിപ്പിലെത്തണമല്ലോ. എന്നിട്ട് അത് ഏറ്റവും പ്യുവറായിട്ട് വേണം നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ സുരേഷ് ഏട്ടാ, അമ്മ നമുക്കൊരു ഓണാശംസ പറയാം. ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളൂ. നല്ലൊരു ഓണം എല്ലാവർക്കും നേരുന്നു.